മരിച്ചുയർക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതിങ്ങനെ മണ്ണടലുകൾക്ക് താഴെ വിശ്രമിക്കുന്നത് മാത്രം ഉയർപ്പിൻ്റെ കഥയാണെന്ന്? എണ്ണയാലൊടുങ്ങാത്ത ഉയർപ്പിൻ്റെ കഥകൾ കൊണ്ട് സമ്പന്നമാണ് ഓരോ ദിവസവും. ഗലീലയിലേക്ക് പോകുക എന്ന് പറഞ്ഞർത്ഥം ഇങ്ങനെ ബാക്ക് ടു യുവർ ലവ് എന്നുള്ളത് തന്നെ, ഈ ആദ്യ സ്നേഹത്തിലേക്ക് പോകുക എന്നുള്ള. കാരണം അവിടെ വെച്ചാണ് ആ വലിയ സ്നേഹം അവരെ തേടി വന്നത്. അവിടെ വെച്ചാണ് ആ വലിയ സ്നേഹത്തിന് ഉതകുന്ന വിധത്തിൽ അവരവരുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തത്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവദനം. വസന്തകാലത്തിലാണ് നമ്മൾ. ഈസ്റ്ററിനെ അങ്ങനെയാണ് പൊതുവെ ഗണിക്കുന്നത്. യൂറോപ്പിലൊക്കെ ഋതുക്കൾ വളരെ വ്യക്തമാണ്. ഒരു ശീതകാലമൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ പൂക്കളും പച്ചിലകളും ഒക്കെ കൊണ്ട് ഭൂമി സമ്പന്നമാകുന്നൊരു കാലമാണിത്. അത്തരം ഒരു നേർക്കാഴ്ച ലഭിച്ചു ദിവസങ്ങളിൽ. മണ്ണിടലുകൾക്ക് താഴെ വിശ്രമിക്കുന്ന ജീവൻ്റെ തളിർപ്പുകൾ വീണ്ടും നമ്മളെ തേടി വരികയാണ്. കിഴക്കൻ പള്ളികളിലൊക്കെ ഈസ്റ്റർ രാത്രിയിൽ ഈ പച്ചിലകൾ മാന്തളിലൊക്കെ ഉൾപ്പെടെ വിതറിയിടുന്ന, പള്ളിക്കകത്ത് വിതറിയിടുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. വലിയ വസന്തകാലമായിട്ട് ഈസ്റ്ററിനെ എടുത്താന്നല്ല. എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടൊരു കവിയുണ്ട്, സുധീർ രാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൃത്യമായൊരു സ്പാർക്കും ഇങ്ങനെ ആന്തരികതയുമൊക്കെ ഉള്ള വരികളായിട്ട് നിങ്ങൾക്കും ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. ഈസ്റ്റർലികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കണം ഒരു കുഞ്ഞു കവിതയുണ്ട്. ഈസ്റ്റർലികൾ പല നാട്ടിലും പല പേരുകളിലൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കനൽ ലില്ലികൾ എന്നൊക്കെ പേരിലും അത് അറിയപ്പെടുന്നത്. കാരണം അതിലിങ്ങനെ ഒരു ചെങ്കല്ലിൻ്റെയോ ഈ ഫ്ലെയിമിൻ്റെ അഗ്നാളത്തിൻ്റെയോ ഒക്കെ ഒരു നിറമാണ്. അത് വലിയ കൗതുകരമായൊരു കാര്യമാണ്. അത്രയും കാലം മണ്ണിന് മീതെ ഒരടയാളവുമില്ലാത്ത ഒരു സാന്നിധ്യം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് നമ്മളെ തേടി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്: നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൂക്കളുമായിട്ട് ഉറങ്ങുന്ന മനുഷ്യരുണ്ട്. ഒരു ദിവസം അവർ നെഞ്ച് തുറന്ന് ഈ മണൽ വിരിപ്പിനിടയിലൂടെ ഈ പൂക്കൾ നമുക്ക് വെച്ച് നീട്ടുന്നു. വസന്തം ഒരു രഹസ്യമൊന്നുമല്ല. അത്രയും ധൈര്യമായിട്ട് വിശ്വസിക്കാവുന്ന ഒരു കാര്യത്തിൻ്റെ പേരാണ് വസന്തം. മനുഷ്യ രാശിക്ക് ഉയർപ്പെന്നൊക്കെ പറയുന്നൊരു പദം കൊടുക്കുന്ന ഹൃദ്യത, ആശ്വാസം എത്രമാത്രമായിരിക്കും. എല്ലായിടത്തും ഉയർപ്പാണ്, എല്ലായിടത്തും മരിച്ചുയർക്കുക. മരിച്ചുയർക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതിങ്ങനെ മണ്ണടലുകൾക്ക് താഴെ വിശ്രമിക്കുന്നത് മാത്രം ഉയർപ്പിൻ്റെ കഥയാണെന്ന്? എണ്ണയാലൊടുങ്ങാത്ത ഉയർപ്പിൻ്റെ കഥകൾ കൊണ്ട് സമ്പന്നമാണ് ഓരോ ദിവസവും. നമ്മൾ ഈ ദൂർത്തൂത്തൻ്റെ കഥയൊക്കെ വായിക്കാറില്ലേ? അതിനകത്ത് മലയാളം വിവർത്തനത്തിനകത്തൊരു അപാകത ഉണ്ടെന്നാണ് പറയുക. അതിനകത്ത് ഈ മകൻ പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം, ഗ്രീക്ക് പശ്ചാത്തലമുള്ള പദത്തിൻ്റെ അർത്ഥം ഞാൻ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും. അപ്പോൾ ഏറ്റവും ചെറിയ വീണ്ടെടുപ്പുകൾ പോലും, ഏറ്റവും ചെറിയ തിരിച്ചുവരവുകൾ പോലും, ഏറ്റവും ചെറിയ ആത്മവിശ്വാസങ്ങൾ പോലും ഈ ഉയർപ്പിൻ്റെ തന്നെ ധ്വനികൾ ഉയർത്തുന്ന ഒരു വിചാരം, ധ്യാനമാണ്. അപ്പോൾ ഈ 50 ദിവസങ്ങൾ ഉയർപ്പിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞ രീതിയൊക്കെ ഉണ്ടെന്നാണ് പറയുക. എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടൊരു മിസ്റ്റിക് റൈറ്ററുണ്ട്. അതിൻ്റെ പേര് ആൻസലം ഗ്രൺ എന്ന് പറയുന്ന ഒരാളാണ്. ജർമ്മൻ ഒരു പശ്ചാത്തലമുള്ള ഒരാളാണ്. ബെൻഡിക്ടൻ മങ്കാണ്. വളരെ സോളിഡായിട്ടുള്ള ചില യേശുബോധങ്ങൾ ഈ മനുഷ്യരുടെ ജനങ്ങളിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. അതിൻ്റെ ടെക്സ്റ്റ് തന്നെ ഉണ്ട്, ഇങ്ങനെ ടേസ്റ്റ് ദ ജോയ് ഓഫ് ഈസ്റ്റർ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് ഇംഗ്ലീഷിൽ താല്പര്യമുള്ളവർക്ക് തപ്പിയെടുത്ത് വായിക്കാവുന്ന ഒന്നാണ്. വളരെ പ്യൂരിഫൈങ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഒരു സംഭവം ആ പുസ്തക വായനയിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം ഞാൻ ആ പുസ്തകം വളരെ സീരിയസ് ആയിട്ട് വായിച്ചു. 2 വർഷങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട്. വളരെയേറെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. തെറാപ്പി എന്ന് പറയുന്നത് തന്നെ നമുക്ക് സംഭവിച്ചിട്ടുള്ള പരുക്കുകൾക്കകത്തും ക്ഷതങ്ങൾക്കകത്തും അപമാനങ്ങൾക്കകത്തുമൊക്കെ
ഒരു പ്രകാശമുണ്ടാവുക, സൗഖ്യമുണ്ടാകുന്നതാണല്ലോ സങ്കല്പം. 50 ദിവസം, പെന്തക്കോസ്ത വരെ 50 ദിവസമുണ്ട്. നമ്മൾ ഈ 50 നോമ്പെന്നൊക്കെ പറയുന്നതിൻ്റെ തന്നെ കുറച്ചുകൂടി പ്രസാദാത്മകമായിട്ടുള്ള ഒരു വിചാരമാണ് ഈ 50 ഈസ്റ്റർ വിചാരങ്ങളെന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ മെമ്മറികൾക്കകത്തു നിന്നൊക്കെ നമുക്കൊരു സൗഖ്യം കിട്ടുന്നു. നമ്മുടെ മെമ്മറികൾ ഇല്ലാതെ ആവുന്നില്ല. പക്ഷേ എന്തിനു വേണ്ടിയാണ് മെമ്മറികൾ? ഓഷുട്ടിസിൻ്റെയൊക്കെ പുറത്ത് എഴുതി വച്ചിട്ടുണ്ട്, നമ്മൾ ചരിത്രം ഓർമ്മിക്കുന്നതും പഠിക്കുന്നതും വെറുക്കാനും കൈപ്പുള്ളവരായി നിലനിൽക്കാനും വേണ്ടിയല്ല, മറിച്ച് ഇങ്ങനെ പൊറുക്കാനും ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയാണ്. അപ്പോൾ വലിയ സൗഖ്യ സൂചനകളുള്ള 1-2 അധ്യായങ്ങളാണ് ഈ ഉയർപ്പുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളൊക്കെ. ഓരോ അധ്യായവും എടുത്തു വായിച്ച് കുറച്ച് ഈ പറഞ്ഞൊരു ഒരു ഗ്രന്ഥകാരൻ്റെ ആ കുറിപ്പുകളും കൂടെ വായിച്ച് ഒരു 10-12 ദിവസം മുമ്പോട്ട് പോകുമ്പോൾ ചില പ്രത്യേക മേഖലയ്ക്കകത്ത് വലിയ സമാധാനവും സ്നേഹവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് ആ ഉയർപ്പ് കൊണ്ട് അർത്ഥമാക്കുക? നമുക്ക് വെറുതെ ആദ്യത്തെ ഒരു വിചാരം എന്ന നിലയിൽ മാത്യുവിൻ്റെ ആ സുവിശേഷ ഭാഗം മാത്രം വെറുതെ ഓർമ്മിക്കാം. ഉയർപ്പുമായി ബന്ധപ്പെട്ട് മാത്യു പറയുന്ന ഒരു നെറേറ്റീവുണ്ട്. ഒരു കാര്യം നമ്മളിതിനകം സൂചിപ്പിച്ചതാണ്. ഓരോരുത്തരും അവരവരുടെ ചില ഒരു പെർസെപ്ഷനിലൂടെ അവരവരുടെ ഒരു പ്രത്യേക കണ്ണിലൂടെയാണ് ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് 4 സുവിശേഷം ഉണ്ടായത്, അല്ലെങ്കിൽ നമുക്ക് ഒരു സുവിശേഷം മതി. അപ്പോൾ മാത്യു പറയുന്ന ആ ഒരു ഉയർപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗം വരുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1-10 വരെയുള്ള വാക്യങ്ങളാണ്. ഓരോ വരിക്കകത്തും ഇങ്ങനെ കൃത്യമായ മെഡിറ്റേഷൻ്റെ സാധ്യതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് വലിയ ഹീലിംഗ് പ്രോസസ്സിനെ സഹായിക്കുന്ന ഒരു ടെക്സ്റ്റായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആഴ്ചയുടെ ആദ്യ ദിവസം. ഞായറെന്ന് പറയുന്നത് വീക്ക്, നമ്മൾ പൊതുവെ നമ്മുടെ സങ്കല്പം അനുസരിച്ച് തിങ്കളാഴ്ചയാണ് നമ്മൾ ആരംഭം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ജ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഞായറാണ്. കാരണം ശനിയാഴ്ച അവരുടെ സാബത്താണ്. സാബത്ത് ദൈവം വിശ്രമിച്ച ദിവസമാണ്. പിന്നെ 1-ാം ദിവസം തൊട്ട് ചില കാര്യങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ശരിക്കും ഈ സൃഷ്ടിയുടെ ദിവസമായിട്ടാണ് ഈ ആദ്യ ദിവസം ഗണിക്കുക. കൗതുകരമായൊരു വിചാരം, ഞാനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലാറ്റിൻ കമ്മ്യൂണിറ്റിക്കകത്തൊക്കെ നോയമ്പ് കാലത്തും ഞായറാഴ്ച നോമ്പെടുക്കാനായിട്ട് നിർബന്ധമില്ല. കൂടുതൽ വരെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിങ്ങനെ യേശുവിൻ്റെ ഉത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ദിവസമായി ഇതുകൊണ്ട് ആ ദിവസം ഇത്തരം കാര്യങ്ങൾക്കകത്ത് മാറി നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള സങ്കല്പത്തിലാണ്. അങ്ങനെയാണ് ഒരു പക്ഷേ ഈ പൊതുവേ 50 നോമ്പെന്ന് കരുതുന്നൊരു കാര്യം ഞങ്ങളുടെ ഒരു സെക്ടറിൽ ഇങ്ങനെ 40 നോയമ്പൊക്കെ ആയിട്ട് ചുരുങ്ങുന്നത് ഈ ഒരു ഞായറാഴ്ചകൾ മൈനസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിങ്ങനെ ലോർഡ്സ് ഡേ ആണ്. ദൈവം സൃഷ്ടി ആരംഭിച്ചു എന്ന് പറയുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാത്തിനകത്തും ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കുകയാണ്. എന്തുമാത്രം ഉടഞ്ഞു പോയോ, എന്തുമാത്രം തകർന്നു പോയോ, ഒന്നും അവശേഷിച്ചിട്ടില്ലെന്നൊക്കെ കരുതിയ ഇടങ്ങളിൽ നിന്ന് പുതിയ ചില നാമ്പും തളർപ്പൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെ ആഴ്ചയുടെ 1-ാം ദിവസം എല്ലാം ആരംഭിക്കാനായിട്ട് നമുക്ക് ഇനിയും ഒരു ഊഴം കിട്ടുന്നുണ്ട്. ദിവസത്തിൻ്റെ സാരാംശത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്ന കണക്ക് വീണ്ടെടുക്കാനാവാത്ത വിധത്തിലൊന്നും കളഞ്ഞു പോയിട്ടില്ല. തിരികെ വരാനാവാത്ത ഒരു വിധത്തിലും ആരും അകന്നു പോയിട്ടുമില്ല. ആടുകൾക്ക് ഇനിയും ഇടയനുണ്ട്, അവനിയും അത്താഴമുണ്ട് എന്ന് പറയുന്ന ആ വലിയ ഹോപ്പിൻ്റെ ഡിക്ലറേഷനാണ് ആഴ്ചയുടെ 1-ാം ദിവസം എന്ന് പറയുന്നത്. ആഴ്ചയുടെ 1-ാം ദിവസം അവൻ്റെ ശവകുടീരത്തിലേക്ക് ഓടിയെത്തുന്ന സ്ത്രീകൾ 2 മേരിമാരെന്നാണ് ഇങ്ങനെ മാത്യു വിശേഷിപ്പിക്കുന്നത്. മഗ്ദലന മേരിയും മറ്റേ മേരി എന്ന് പറയുന്നത് യേശുവിൻ്റെ ഒരു ബന്ധുവായ 2 പേരുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. അവരുടെ അമ്മ എന്ന രീതിയിലാണ് പൊതുവെ പരിഗണിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അത്ര സൂചനകൾ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായിരുന്നു ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയ മെരിറ്റ്? ഇവരുടനീളം അവനിലേക്ക് ഉറ്റുനോക്കിയുന്ന സ്ത്രീകളാണ്. യേശുവിൻ്റെ കുരിശാരോഹണത്തെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ദൂരത്ത് നിന്ന് അവൻ ഉറ്റുനോക്കിയ ഒരു വളരെ ചെറിയ ഗണം മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ സ്ത്രീകളുണ്ട്. ഈ ഉറ്റുനോക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇങ്ങനെ അവനിങ്കിലേക്ക് ഇങ്ങനെ സദാ ഏകാഗ്രമായിട്ടുള്ള കൺവേർജ് ചെയ്ത മനസ്സുള്ള ഒരു സ്ത്രീ സാന്നിധ്യമായിട്ടാണ് നമ്മൾ ഈ 2 പേരെയും പരിഗണിക്കുന്നത്. യേശുവിനെ ഇങ്ങനെ സംസ്കരിക്കുമ്പോൾ അവർ കൂടെ സഹായിക്കുന്നുണ്ട്, കൂടെ ഉണ്ട്.
എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോയിട്ടും അവൻ്റെ ശവകുടീരത്തിലേക്ക് നോക്കിയിരിക്കുന്ന രണ്ട് സ്ത്രീകളെന്ന നിലയിൽ വളരെ പോയറ്റിക്കായിട്ടുള്ള ഒരു വരിയിലൊക്കെയാണ് ഈ മാത്യു ഈ സ്ത്രീകളുടെ ജീവിതരേഖ അടയാളപ്പെടുത്തുന്നത്. എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ആരെ അടക്കിയിരിക്കുന്നത്? അപകടകരമായ ജീവിതമെന്ന് കരുതിയിട്ട് ഭരണകൂടം വധിക്കാനായിട്ട് വിട്ടുകൊടുത്തൊരു മനുഷ്യൻ. നമുക്കത് യേശുവൊക്കെ ആയിരിക്കാം. പക്ഷെ അവൻ്റെ ഒരു കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ തരത്തിലും ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ്. അത്രയും അപകടം പിടിച്ച ഒരാളുടെ ശവകുടീരത്തിലേക്ക് വിട്ടുനോക്കിയിരിക്കുന്ന രണ്ട് സ്ത്രീകളാണ്. ഈ സ്ത്രീകളുടെ ഒരു വിശ്വസ്തത എന്നൊക്കെ പറയുന്നത് അൺപാരലാണ്. എന്തുമാത്രം പരിക്ക് പറ്റുമ്പോഴും ഒരുപക്ഷെ ചങ്ങാതിക്കൂട്ടങ്ങളൊക്കെ അകന്നു പോകുമ്പോഴും യേശുവിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് സംഭവിച്ചു. ജോൺ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഓടിപ്പോവുകയാണ്. ഇടയനടിക്കുന്ന രാത്രിയിൽ ആടുകൾ ഓടിപ്പോകുന്നൊക്കെ ചിതറിപ്പോകുന്നൊക്കെ പറഞ്ഞ യേശുവിൻ്റെ ചങ്കുലക്കുന്നൊരു വാക്കൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ. ഇവരിങ്ങനെ കൂടെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ വാക്കിലേക്ക് വേണമെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ ഒന്ന് ഏകാഗ്രമാക്കാൻ അവനിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന സ്ത്രീകൾ. അവർ കുരിശാരോഹണത്തിലുണ്ട്, അവൻ്റെ ശവകുടീരത്തിൽ ഉറ്റുനോക്കുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഉറ്റുനോട്ടത്തിൻ്റെ ഒരു ആവശ്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന ദിവസങ്ങളാണ്. കാരണം അത്രയും ഉറ്റുനോക്കാൻ പറ്റാത്തത് കൊണ്ട് പലതിലേക്ക് ഇങ്ങനെ കണ്ണും മനസ്സുമൊക്കെ പാളിപ്പോവുകയാണ്. എന്നിട്ടോ വളരെ പുലരിയിൽ ഈ സ്ത്രീകൾ ഇങ്ങനെ അവനെ അനോയിൻ്റ് ചെയ്യാനായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് ശവകുടീരത്തിലേക്ക് പോവുകയാണ്. അതുമൊക്കെ ഇങ്ങനെ വലിയ ഹോപ്പിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. കാരണം ആ ഒരു ദേശത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകം അനുസരിച്ചിട്ട് ഈ പറഞ്ഞ 2 ദിവസത്തിനുള്ളിൽ സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ പതുക്കെ പതുക്കെ പൊടിഞ്ഞു തുടങ്ങും. ശരീരം അങ്ങനെ എന്നത്തേക്കുമായിട്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് ആരും ധരിച്ചിട്ടില്ലല്ലോ. അതിങ്ങനെ വളരെ നോക്കി നിൽക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ഒന്നാണ് ഈ മൃതശരീരം എന്ന് പറയുന്നത്. മരണവീടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓർമ്മയുള്ളവർക്കറിയാം എത്ര പാടുപെട്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിർത്താനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുറച്ച് അവേഴ്സ് പോലും മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തുമാത്രം പെരുമാറേണ്ട കരുതേണ്ടതൊക്കെ ഉണ്ട്. വസ്തുതയിൽ അഭിഷേകം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സുഭഗമായൊരു ശരീരമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ കണക്ക് ഈ മരണത്തെക്കാൾ തീവ്രമായ സ്നേഹം അവരെ സംബന്ധിച്ചുള്ള ഈ മനുഷ്യൻ മരിച്ചതെന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു മരിച്ചിട്ടില്ല അങ്ങനെ വിചാരിക്കാൻ ശരി. ഈ നമ്മളിപ്പോൾ കരുതുന്ന ഉയർപ്പ് കണക്കുള്ള സങ്കല്പങ്ങളില്ലെങ്കിൽ പോലും ഈ മരിച്ചു എന്നുള്ളൊരു സങ്കല്പം ഈ മൃതരെക്കുറിച്ച് പുലർത്താത്ത വിധത്തിൽ ശക്തമായ സ്നേഹമുണ്ട്. മരണവീടുകളൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്ന കണക്കാണ്. ഇങ്ങനെ വളരെ പ്രസൻസ് അനുഭവപ്പെടുന്നതൊക്കെ ആയിട്ട് ഓരോ മൂലക്കും അവർ നിൽക്കുന്നതൊക്കെ ആയിട്ട് മരിച്ച വീടുകളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ വീടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അതിങ്ങനെ വളരെ ശക്തമായിട്ട് ലഭിക്കുമ്പോൾ അതിനെ പലതുകൊണ്ടൊക്കെ ഗുണിച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ചിലപ്പെടുത്താൻ കിട്ടും. അപ്പോൾ പുലരിൽ അവിടേക്ക് ചെല്ലുന്നു. അവരുടെ ഏറ്റവും വലിയ ഈ വ്യാകുലങ്ങളിലൊന്ന് ഈ മൂടിക്കല്ല് നമുക്ക് വേണ്ടി ആരും മാറ്റുന്നുള്ളതാണ്. മരിച്ചവനെ അടക്കിയിട്ട് അതിൻ്റെ ആ ഒരു വാതിലിൽ ഒരു വലിയൊരു ഉരുളങ്കല്ല് വെച്ചിട്ടുണ്ട്. കല്ല് ഭാരമുള്ളത് തന്നെയാണ്. പക്ഷേ കല്ലിൻ്റെ ഭാരമല്ല, അതിൻ്റെ കേവല ഭാരമല്ല ഇതിനകത്തെ ചർച്ചാ വിഷയം. കാലാകാലങ്ങളായിട്ട് ഈ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിൽ മൂടിക്കല്ലുണ്ട്. മരിച്ചവർക്ക് എന്നാ സംഭവിക്കുന്നു? വല്ലാത്തൊരു മുഹൂർത്തമായി മരണം എന്ന് പറയുന്നത്. അത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് രാത്രിയില്ല ഈ മണൽ പരപ്പിന് താഴെ ഉറങ്ങുന്ന ഈ ആൾക്ക് ഒക്കെ എന്ത് സംഭവിക്കുന്നു? ഏതെങ്കിലും ഒരു ദിവസം ഏതൊരാൾക്കും തങ്ങൾ ഉറ്റവരുമായി ബന്ധപ്പെട്ട് അതിനെ അഭിമുഖിച്ചേ പറ്റും. അത് വല്ലാത്തൊരു മൂടിക്കല്ല. കാലാകാലങ്ങളായിട്ട് മനുഷ്യർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിലുള്ള ആ മൂടിക്കല്ല, ആ ഭാരമുള്ള മൂടിക്കല്ലിങ്ങനെ മാലാഖ മാറ്റുന്നതായിട്ടാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഹ്യൂമൻ എഫേർട്സ് കൊണ്ട്, നമ്മുടെ മനുഷ്യ വിചാരങ്ങൾ കൊണ്ട്, മനുഷ്യസങ്കല്പങ്ങൾ കൊണ്ട്, മനുഷ്യ പറയുന്ന തെളിവുകൾ കൊണ്ടൊന്നും തെളിയിക്കേണ്ട ഒന്നല്ല ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. പൊതുവേ ഈ തെളിവുകളോടൊക്കെ യേശു പുലർത്തുന്ന ദുർന്മേഷ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ആരോ പറയുന്ന കണക്ക് അവിടുന്ന് ഈ തെളിവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ചർച്ചയ്ക്കകത്തും ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കാര്യം മാത്രമാണ്, ഞാൻ വന്നിരിക്കുന്ന ഡിറ്റക്റ്റീവ്സിനെ
തിരഞ്ഞെടുക്കാൻ വേണ്ടിയല്ല, ഫോളോവേഴ്സിന് വേണ്ടിയാണ്. വലിയ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഇങ്ങനെ കല്ലറ ശൂന്യത എന്ന് പറഞ്ഞ വാക്കിന് ഇത്രയും പൂർണ്ണത അങ്ങനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. അതിനകത്തൊരു തിരിശേഷിപ്പെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു മുടിനാരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നഖം ഒടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വാക്കിന് ഇത്രയും സമ്പന്നമല്ല. ശൂന്യത എത്ര പൂർണ്ണമായ വാക്കാണ്. എൻ്റെ അർത്ഥം എന്താണ്? ഈ മരിച്ചവർ ഈ ജീവിക്കുന്നവരെക്കാൾ സജീവരാണ്. അവരിവിടെ ഇല്ല. അതിൻ്റെ രൂപഭാവങ്ങളെക്കുറിച്ച്, അതിന് സംഭവിക്കുന്ന ആ ഭേദങ്ങളെക്കുറിച്ചൊന്നും കാര്യമായൊരു പ്രകാശം കിട്ടുന്ന വിധത്തിൽ അത്ര എളുപ്പമല്ല നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. പക്ഷേ വല്ലാത്തൊരു ധൈര്യമാണ്. മരിച്ചവനും ഇവിടില്ല. മരിച്ചവൻ എവിടെ പോയി? അത് നിങ്ങൾക്ക് മുമ്പേ ഗലീലിലേക്ക് പോയി ഉണ്ട്. അവന് ഗലീലിലേക്ക് പോയി കാണാനായിട്ട് അവൻ്റെ സഹോദരന്മാരോട് പറയാനായിട്ടാണ് ഈ മാലാഖ ആവശ്യപ്പെടുക. ആ കല്ലൊക്കെ ഉരുട്ടി മാറ്റി ആ കല്ലിന് മുകളിൽ മാലാഖ ഇരിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനായിട്ട് മാത്യു ശ്രദ്ധിക്കുന്നുണ്ട്. അതിങ്ങനെ പലതിനും മീതിയായിട്ടുള്ള വലിയ അധികാരത്തിൻ്റെയും വലിയ ധൈര്യത്തിൻ്റെയും അതോറിറ്റി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വാക്കിൻ്റെയും ഒക്കെ അടയാളമായിട്ടാണ് ഈ ഉരുട്ടിയ കല്ലിന് മീതെ ഇരിക്കുന്ന മാലാഖ എന്നൊക്കെ പറയുന്നത്. എസ്കത്തീര എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ഇങ്ങനെ കസേരയിലൊക്കെ ഇരുന്നു കൊണ്ടൊരു കാര്യം പറയാന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രൗഢമായ ഒരു ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട്. മരിച്ചവർ വിടില്ല. മരിച്ചവർ നിങ്ങളെക്കാൾ സജീവരായിട്ട് ജീവിതം കുറേ കൂടി ഭംഗിയായിട്ട് മനുഷ്യ കൊണ്ടാടുന്ന ഇടങ്ങളിലേക്ക് പോയിരിക്കുന്ന പറയുക. ഗലീലിലേക്ക് പോകാനായിട്ട് പറയുക. എനിക്ക് തോന്നുന്നു 2020 തോന്നുന്നു ഫ്രാൻസിസ് പോപ്പിൻ്റെ ആ ഒരു ഈസ്റ്റർ മെസ്സേജ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഗലീലിലേക്ക് പോവുക. അതിനകത്ത് വളരെ ചെറിയ ഭംഗിയുള്ള സെർമൺസാണ് ഈ പോപ്പിൻ്റെ എന്ന് ഓർത്താൽ നല്ലതാണ്. ഇത്തിരി താല്പര്യമുള്ളവർ അതപ്പോൾ എടുത്ത് വായിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കൃത്യമായിട്ടൊരു ടേക്ക് അവേ ഉണ്ടാകും. കുറേ നാൾ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള കാരണങ്ങളുണ്ടാകും. അപ്പോൾ വളരെ ഹൃദ്യമായ ആ ഒരു ചെറിയ വിചാരത്തിനകത്തെ 2 കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നുണ്ടോന്നോ ഒരു ഇമ്മീഡിയറ്റ് റെഫറൻസിന് പറ്റിയിട്ടില്ല. അതിലൊന്ന് ഈ ഗലീലിലേക്ക് പോകുക എന്ന് പറഞ്ഞർത്ഥം ഇങ്ങനെ ബാക്ക് ടു യുവർ ലവ് എന്നുള്ളത് തന്നെ, ഈ ആദ്യ സ്നേഹത്തിലേക്ക് പോകുക എന്നുള്ളത്. കാരണം അവിടെ വെച്ചാണ് ആ വലിയ സ്നേഹം അവരെ തേടി വന്നത്. അവിടെ വെച്ചാണ് ആ വലിയ സ്നേഹത്തിന് ഉതകുന്ന വിധത്തിൽ അവരവരുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തത്. ഈ ഷേപ്പ് ഓഫ് ദ വാട്ടർ എന്നൊക്കെ പറഞ്ഞ കണക്കിരിക്കും. വെള്ളത്തിൻ്റെ ആകൃതി എന്താണെന്ന് ചോദിക്കുമ്പോൾ വെള്ളത്തിന് ആകൃതിയില്ല. അതേത് കണ്ടെയ്നറിനകത്താണോ നിങ്ങളതിനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയുന്ന കണക്ക് ഈ പറഞ്ഞ 10-12 മനുഷ്യരിലേക്ക് ഇങ്ങനെ സ്നേഹം എന്ന് പറയുന്ന ഒരു അനുഭൂതി വരികയും അവരതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കണ്ടെയ്നറായിട്ട് മാറിയ സംഭവമാണ് ഗലീൽ എന്ന് പറയുന്നത്. അവിടെ നിന്നൊക്കെ ആ കാര്യങ്ങൾ പാളിപ്പോയി. അവിടെ നിന്നൊക്കെ മനുഷ്യ അകന്നു പോയി. പിന്നെ ഒറ്റുകൊടുക്കലിൻ്റെയും ചതിയുടെയും കഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മറവിയുടെ കഥകളുണ്ടാകുന്നുണ്ട്. ഇനി എല്ലാവരോടും അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് ഗലീലിലേക്ക് പോകാന്നുള്ള. എല്ലാവരും അവരവരുടെ ആദ്യ സ്നേഹത്തിലേക്ക് പോയിരുന്നെങ്കിൽ നമ്മൾ പാർത്തുകൊണ്ടിരിക്കുന്ന ലോകം ഇതുമാത്രം ഭേദപ്പെട്ടതായേനെ. വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്ന കണക്കാണ്, എനിക്ക് നിന്നോടൊരു ആരോപണം പറയാനുണ്ട്, നീ നിൻ്റെ ആദ്യ സ്നേഹത്തിൽ നകന്നു പോയി. അതുകൊണ്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഒരു ആർക്യൂബ് എന്ന നിലയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒന്ന് ഇങ്ങനെ റിമംബർ, ഓർക്കുക, എവിടെ നിന്നാണ് പതിച്ചെന്നും എവിടെ നിന്നാണ് അകന്നു പോയെന്നും എന്തുമാത്രം കാര്യങ്ങൾ കൈവിട്ട് കളഞ്ഞെന്നും എന്തുമാത്രം കാര്യങ്ങൾ പണയം വെച്ചെന്നൊക്കെ ഓർത്തെടുക്കുക എന്നുള്ള 1. 2 റിപ്പൻറ്റിന് വേദപുസ്തകം ഒറ്റർത്ഥമേ ഉള്ളൂ, കൂടുതലായ സ്നേഹം. പിന്നെ റിപ്പീറ്റ് എന്നുള്ള ആദ്യകാല പ്രവർത്തികൾ ആരംഭിക്കുക. ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യർ, സ്നേഹത്തെ കുരിശുമരത്തിന് വിധേയപ്പെടുത്തിയ മനുഷ്യർ, സ്നേഹത്തെ ഒറ്റുകൊടുത്ത മനുഷ്യർ, സ്നേഹത്തെ അറിയില്ലെന്ന് കരുതിയ മനുഷ്യർ, അറിയില്ലെന്ന് ഏറ്റേറ്റ് പറഞ്ഞ മനുഷ്യർക്കൊക്കെ ആ മടങ്ങി വരാനുള്ള നേരമായി. ബാക്ക് ടു ലവ്. ഗലീലിലേക്ക് മടങ്ങിപ്പോവുക. ആദ്യ സ്നേഹത്തിൻ്റെ അനുഭൂതിക്കകത്തേക്ക് എൻഗ്രോസ് ചെയ്യാനായിട്ടുള്ള ആ വലിയ ക്ഷണത്തെ സ്വീകരിക്കുമ്പോൾ ജീവിതം ഇതുമാത്രം ശുദ്ധമാവുകയാണ്. ഈ കവികളൊക്കെ പറയുന്ന കണക്ക് കണ്ണീരിൽ ഒരു തുളസിക്കതിര് കണക്ക് എത്ര ശുദ്ധമാവുകയാണ് ജീവിതം. പിന്നെ ഈ ഗലീലെന്ന് പറയുന്നത് ഈ സജീവതയുടെ അടയാളമാണ്. നിങ്ങളൊരു കടപ്പുറത്തൊരു പ്രഭാതത്തിൽ പോയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പാർത്തിരുന്ന ഒരു ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയല്ല ഈ നീണ്ടകര ഹാർബർ എന്ന് പറയുന്നത്, ഫിഷിംഗ് ഹാർബർ എന്ന് പറയുന്നത്. ഒരു 5 മണി തൊട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ സജീവത എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആഘോഷമാണ്. മനുഷ്യരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക.
നിൽക്കുന്നൊരു മനുഷ്യനെ നിങ്ങൾ കാണത്തില്ല, നടക്കുന്നൊരു മനുഷ്യനെ പോലും കാണത്തില്ല. മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും സജീവമായൊരു ഇടം എനിക്ക് തോന്നുന്നില്ല ലോകത്തെവിടെയെങ്കിലും ഉണ്ടെന്ന്. ജീവിതത്തിൻ്റെ ആ സജീവതകളിലൂടെ അവിടുന്ന് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതും വേറെ തരത്തിലുള്ള ഉയർപ്പുവായന തന്നെയാണ്. അപ്പോൾ റീവിസിറ്റ്, റീറീഡ് എന്നൊക്കെ പറഞ്ഞാണ് പോപ്പ് അവസാനിപ്പിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഒന്നുകൂടി വിസിറ്റ് ചെയ്യുക, ഒന്നുകൂടി വായിച്ചെടുക്കുക. കണ്ട കാര്യങ്ങളെ വെറുതെ ഒറ്റ വാക്കിലൊന്ന് ചുരുക്കുകയാണ്. ഇങ്ങനെ വസന്തകാലം, ആ ഒരു വസന്തകാലത്തെ സ്മൃതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തെറാപ്യൂട്ടിക് എന്ന് വിചാരിക്കുന്ന വിധത്തിൽ വലിയ സൗഖ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.